എൻ്റെ പേര് എന്നെ ചതിച്ചിട്ടുള്ള എല്ലാ പേരെൻ്റെ സ്ത്രീകളുടെ പേരാണല്ലോ, തുളസി. പണ്ടത്തരായിപ്പോയി. എനിക്കും ഇപ്പം അങ്ങനെ തോന്നുന്നു. ആ പേര് വരുത്തിയ വിനകൾ എനിക്ക് ഒരുപാടുണ്ടായിട്ടുണ്ട്. എന്ത് പറ്റി? പറ്റിയൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. ഒരു സിനിമയിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സ്വീകരണം. പ്രൊഡ്യൂസറുടെ മുറിയുടെ അടുത്തൊരു AC റൂമെന്ന് എനിക്ക് തന്നു. ഞാൻ ഈ AC റൂമെന്ന് അന്ന് എനിക്ക് അനുഭവിച്ച് കിട്ടിയ സമയമല്ലായിരുന്നു. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. അപ്പോൾ ആ നേരത്ത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഇങ്ങോട്ട് വരും, കഥ അടക്കയല്ലെന്ന് പറഞ്ഞു. പകുതി ഉറക്കാറായപ്പോൾ പകുതി ആരോ കഥ തുറന്ന് നോക്കി. ഞാൻ ചരിഞ്ഞ് കിടക്കുക. എൻ്റെ അടുത്ത് വന്നങ്ങ് ഇരുന്നു. ഇത് തന്നെ പതുക്കെ തടവാൻ തുടങ്ങി. തടവി എവിടേക്കോ അവിടെ ഇവിടെയൊക്കെ തടവി വന്നപ്പോൾ അങ്ങേർക്ക് പിടികിട്ടി ഇത് പെണ്ണല്ലെന്ന്. ലഡ്ഡുക്കെ ഉണ്ടല്ലോ ചേട്ടാ, ഈ ചെറുപഴം എന്താവല്ല. അങ്ങേര് ഉടനെ പോയി ലൈറ്റ് ഇട്ട് ആരാ നിന്ന്. ഞാൻ ചാടി എഴുന്നേറ്റ് ഞാൻ കൊല്ലം തുളസി. വല്ല കാര്യമുണ്ടോ? ഒരാവശ്യമില്ല അതിനകത്ത് കയറാൻ. പ്രൊഡക്ഷൻ മാസിട്ട് ഇവനെ പിടിച്ച് താഴെ 105 കൊണ്ടിട്ട് പിടിച്ച് കൊണ്ടിട്ടേക്ക് കൊല്ലം തുളസിയാണെന്നും പറഞ്ഞു. എന്തെന്ത് മോഹങ്ങളായിരുന്നു, എല്ലാം പാഴായി പോയല്ലോ ദൈവമേ. പിന്നീടാണ് അതിന്റെ ഒരു ചതി എനിക്ക് മനസ്സിലായത്. കൊല്ലം തുളസി പെണ്ണാണെന്ന് നടിയാണെന്ന് ഉദ്ദേശിച്ചാണെങ്കിൽ AC റൂമൊക്കെ എനിക്ക് അഡ്ജസ്റ്റ് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. എന്നാ അടിച്ചോളൂ. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു.